DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. പവന് ഒറ്റയടിക്ക് 480 രൂപയാണ് കുറഞ്ഞത്. 1,05,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 60 രൂപയാണ് കുറഞ്ഞത്. 13,155 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഒരാഴ്ചക്കിടെ പവന് ഏകദേശം 3,000 രൂപയാണ് കുറഞ്ഞത്. അടുത്ത അറിയിപ്പ്, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലെ ക്രമക്കേടുകളും ദുരുപയോഗവും തടയുന്നതിനായി യാത്രക്കാർക്ക് പ്രത്യേക യാത്രാ കാർഡുകൾ നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുകയാണ്. ദീർഘദൂര ടിക്കറ്റ് എടുത്ത ശേഷം പകുതി വഴിയിൽ യാത്ര അവസാനിപ്പിക്കുന്നത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. എന്നാൽ സംസ്ഥാനത്തെ 1.25 കോടിയോളം വരുന്ന സ്ത്രീകൾക്ക് കാർഡ് വിതരണം ചെയ്യുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടും നിർമ്മാണ ചെലവും ആധാർ ബന്ധിപ്പിക്കാൻ വേണ്ടിവരുന്ന സമയവും ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ പ്രധാന വെല്ലുവിളിയായി ഗതാഗത വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, BS6 വാഹന ഉടമകൾക്ക് വലിയ രീതിയിൽ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് മലിനീകരണ പരിശോധനാ ചട്ടങ്ങളിൽ ഇളവുകൾ വരുത്താൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം കരട് നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച 6 വർഷം വരെ പഴക്കമുള്ള BS6 സ്വകാര്യ വാഹനങ്ങൾക്ക് 3 വർഷത്തിലൊരിക്കൽ മലിനീകരണ പരിശോധന നടത്തിയാൽ മതിയാകും. 6 മുതൽ 10 വർഷം വരെ പഴക്കമുള്ളവയ്ക്ക് നിശ്ചിത ഇടവേളകളിലും 10 വർഷത്തിന് മുകളിലുള്ളവയ്ക്ക് 6 മാസത്തിലൊരിക്കലും പരിശോധന നിർബന്ധമായിരിക്കും. എന്നാൽ പഴയ BS4, BS3 വാഹനങ്ങൾക്ക് യഥാക്രമം 6 മാസത്തിലും 3 മാസത്തിലും പരിശോധന തുടരും. അടുത്ത അറിയിപ്പ്, പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ LPG കണക്ഷൻ നിർബന്ധമായും ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇക്കാര്യം വ്യക്തമാക്കുന്ന സന്ദേശം ഗുണഭോക്താക്കൾക്ക് പാചകവാതക വിതരണ ഏജൻസികൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു വീട്ടിൽ LPGയും PNGയും ഒരുമിച്ച് കൈവശം വെക്കുന്നത് കേന്ദ്ര സർക്കാർ വിലക്കിയിട്ടുണ്ട്. രണ്ടുമുണ്ടെങ്കിൽ LPG ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. നിശ്ചിത ദിവസത്തിനകം LPG ഒഴിവാക്കിയില്ലെങ്കിൽ അത് റദ്ദാവുമെന്നാണ് ഗുണഭോക്താക്കൾക്ക് കിട്ടിയ വിവരം. പലർക്കും പല സമയപരിധിയാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ 2 കണക്ഷനുള്ള ഗുണഭോക്താക്കൾ ഒരെണ്ണം സറണ്ടർ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.